മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും ഭേദഗതി ചെയ്യുന്ന ബിൽ ഉടൻ സഭയിൽ അവതരിപ്പിക്കും. ഇതിനെതിരെ ഇടത് എംപിമാർ പാർലമെന്റിൽ പ്രതിഷേധിച്ചു. വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിരുന്നു. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതിനെക്കുറിച്ചും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ വി ശിവദാസൻ എംപിയും രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിരുന്നു. വിവരങ്ങളുമായി വിഷ്ണു ചേരുകയാണ് പാർലമെന്റിലെ സമഗ്ര വിവരങ്ങൾ നൽകാനായി. വിഷ്ണു, ആദ്യം തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക്. ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ഘടന അടിമുടി മാറ്റിമറിക്കുകയാണ് പുതിയ ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ. അതിൻ്റെ ഭാരം സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് കൊണ്ടിടാനുള്ള വലിയ ശ്രമമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു പൂർണ്ണ കേന്ദ്രാവിഷ്കൃത പദ്ധതി ഇനി 60:40 എന്ന രീതിയിലേക്ക്, അനുപാതത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അത് സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. ഇപ്പോൾ കേരളത്തിന് മാത്രം കാര്യമെടുക്കുകയാണെങ്കിൽ 2000 കോടിയിലധികം കേരളത്തിന് ചിലവിടേണ്ടി വരും അധികമായി. അതൊരു പ്രശ്നമായി നിൽക്കുകയാണ്. അപ്പോൾ ഈ പദ്ധതിയെ ഏത് വിധേനയും ഇല്ലാതാക്കുക എന്നത് കേന്ദ്രം, മോദി സർക്കാർ അധികാരമേറ്റ നിമിഷം മുതൽ സ്വീകരിച്ചു പോകുന്നൊരു നടപടിയാണ്. അതിന്റെ ഭാഗമായിട്ടാണോ ഈ പുതിയ നീക്കങ്ങൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? അത് പാർലമെന്റിൽ അതേ രീതിയിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ? മനു, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്ന ആ ബില്ല് എംപിമാർക്കൊക്കെ തന്നെ സർക്കുലേറ്റ് ചെയ്തത്. എന്തായാലും ആ ബില്ലിൽ വലിയ തലത്തിലുള്ള ഒരു മാറ്റം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുക എന്നതിനപ്പുറം ഇതിന്റെ ഘടന പൂർണ്ണമായി തന്നെ മാറ്റിക്കൊണ്ടാണ് ബില്ല് ഇപ്പോൾ അവതരിപ്പിക്കാനൊരുങ്ങുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പദ്ധതി സംസ്ഥാനങ്ങൾക്ക് ഈ ഒരു പൂർണ്ണമായിട്ടും വിഹിതം കേന്ദ്ര സർക്കാർ നൽകിയിരുന്നത് മാറ്റിക്കൊണ്ട് അത് ഇനി മുതൽ 60:40, അതായത് 60% വിഹിതം മാത്രമായിരിക്കും കേന്ദ്ര സർക്കാർ നൽകുക, 40% സംസ്ഥാനങ്ങളായിരിക്കും വഹിക്കേണ്ടത് എന്നൊരു പ്രധാനപ്പെട്ട മാറ്റം ബില്ലിൽ കൊണ്ടുവരുന്നുണ്ട്. അത്തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് മുകളിൽ വലിയ ഒരു സാമ്പത്തിക ബാധ്യത കൂടി നൽകുന്ന ബില്ലാണ് ഇപ്പോൾ കേന്ദ്രം ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് മാത്രം ഏകദേശം 2000, കേരളത്തിന് മാത്രം 2000 കോടിയോളം രൂപയുടെ ഒരു സാമ്പത്തിക ബാധ്യതയായിരിക്കും ഉണ്ടാവുക. ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കും സമാനമായ രീതിയിൽ വലിയ പ്രശ്നത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തന്നെയാകും ഉണ്ടാവുക. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എം പി ചട്ടം 267 പ്രകാരം നോട്ടീസ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഇന്ന് ഇടത് എംപിമാരൊക്കെ തന്നെ പാർലമെന്റ് വളപ്പിലും വലിയ ഒരു പ്രതിഷേധമാണ് നടത്തിയത്. മനു.